ഹായ്, ദിൽനാസ് ഫുഡ് റോസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ജീവനുള്ള ഞണ്ടാണ്. ഇവിടെ അടുത്ത കടപ്പുറത്ത് നിന്ന് തന്നെ പിടിച്ചതാണ്. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ആക്കണ വീഡിയോ വൃത്തിയാക്കണ വീഡിയോ ഒക്കെ ഒന്ന് വിടാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം. ജീവനുള്ളതുകൊണ്ട് തന്നെ അത് ഇറക്കും എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമുക്കിതെങ്ങനെ വൃത്തിയാക്കലെന്ന് നോക്കാം. ഞാൻ വൃത്തിയാക്കി കൊണ്ട് നിൽക്കുകയാണ്. അതിന് ജീവനുള്ളതുകൊണ്ട് എനിക്ക് ഇറക്കും എന്നുള്ള പേടി ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ അത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അത് ഇറക്കും വിചാരിച്ച് വേഗം നിലത്ത് തന്നെ ഇട്ടിട്ടോ. അപ്പോൾ അത് അതിൻ്റെ മുകളിലുള്ള ആ പുളി ഇങ്ങോട്ട് അയച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഓരോ കാലുകളും നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് വണ്ണമുള്ള കാലുകൾ മാത്രം നമുക്ക് എടുക്കുക. മറ്റേ നേരിയ കാലുകളൊക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കുകയാണ്. ഞണ്ട് ഫ്രൈ ആക്കിയാലും കറി വെച്ചാലൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് അന്നേരം അവർക്ക് കുറേ ചോറ് തിന്നു, എന്നത്തേനെക്കാട്ടി അധികം ചോറ് തിന്നു. ഇങ്ങനെ ഞണ്ട് ആണെങ്കിലും ചെമ്മീനാണെങ്കിലും അത് കൂന്ത അങ്ങനെയൊക്കെയുള്ള മീനുകളാണെങ്കിൽ ഒരു നല്ലോണം ഭക്ഷണം കഴിക്കും. അല്ലാത്ത മീനുകളാണെങ്കിൽ കൂട്ടുമില്ല, ആ ഭാഗത്തേക്കേ അവർ മെയിൻ ചെയ്യില്ല. അപ്പോൾ ഞാൻ ചെറിയ ഞണ്ടായതുകൊണ്ടാണ് നടു മുറിക്കാതെ ഇങ്ങനെ തന്നെ ഇട്ടത്. അപ്പോൾ ഇതിൽ കാമ്പ് ഉണ്ടാവാൻ മതി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വേഗം ഇത് വൃത്തിയാക്കലും അപ്പം തന്നെ വേഗം ഫ്രൈ ആക്കിയെടുക്കണം. അങ്ങനെ വെച്ചേക്കാൻ പറ്റില്ല. അപ്പോൾ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമായി പോകും എന്നാണ് പറയുന്നത്, ഇതിൻ്റെ കാമ്പ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കിയതിൻ്റെ ശേഷം വേഗം നമുക്ക് ഫ്രൈ ആക്കാനുള്ളത് നോക്കാം. ചെറിയ ഞണ്ടായത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിൽ കാമ്പ് കുറവായിരിക്കും. പക്ഷെ ഇത് ഫ്രൈ ആക്കിയാലും കറി വെച്ചാലൊക്കെ നല്ല ചോയ ഉണ്ടാവില്ല. അതന്നെ മതിയല്ലോ ചോറ് കഴിക്കാനൊക്കെ. അപ്പോൾ ഇത് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വേഗം ഫ്രൈ ആക്കാനുള്ള പണികളൊക്കെ നോക്കാം. ഇനി ഇത് ഫ്രൈ ആക്കാനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് ഇനി ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നല്ലോണം ഒന്ന് വാടി വരണം. അപ്പോൾ നമുക്ക് അത് വരെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ തക്കാളിയും അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 മാത്രം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ മുളകും പൊടിയൊക്കെ ചേർക്കുമല്ലോ, അപ്പോൾ അത്ര എരിവ് മതിയാകും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത ഞണ്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചേരുവകളൊക്കെ ഇതിലൊന്ന് പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. ഓൾറെഡി മഞ്ഞൾ ഇട്ടിട്ടാണ് ഞാൻ മല്ലിയൊക്കെ പൊടിപ്പിച്ചെടുക്കാറ്. അപ്പോൾ ഇതിൽ മഞ്ഞളിൻ്റെ ഒരു ഇതുള്ളതിനെ കൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാത്തത്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഈ മസാല ഒക്കെ ഈ ഞണ്ടിൽ പിടിക്കുന്ന വരേക്കും ഒന്ന് നല്ലോണം ഒന്ന് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മോള് പറയാണ് ഗ്രേവി കൂട്ടാൻ. അപ്പോൾ കുറച്ച് ഗ്രേവി കൂട്ടിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ചിനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.